പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനായി കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നവമസ്കന്ധത്തിലെ ശ്രാദ്ധദേവൻ്റെ കഥയും പൃഷത്രൻ്റെ കഥയുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 2 അധ്യായം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി 3-ാമത്തെ അധ്യായം ശര്യാദിയുടെ കഥയാണ്. വിരക്തി വന്ന് പ്രപഞ്ച ജീവിതം ഉപേക്ഷിച്ച് ഈശ്വരഭാവത്തിലേക്ക് തന്നെ പൂർണ്ണമായി ലയിച്ച കഥകളാണ് ഈശാനുകഥ, രാജാക്കന്മാരുടെയൊക്കെ കഥ എന്ന് പറയുണ്ടായി. അപ്പം അതിൻ്റെ ഓരോരോ കഥകളിലേക്കാണ് പിന്നെ പറയണത്. ചെറിയ കഥകളാണ് ഇതിലത്തേക്ക്. ഒരു കഥ വളരെ വിസ്തരിച്ച് പറയണതല്ല, ചെറിയ കഥകൾ ചുരുക്കി അങ്ങനെ പറഞ്ഞു പോവുക. നവമസ്കന്ധത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ വാമനാവതാരം നരസിംഹാവതാരമൊന്നും അങ്ങനെയില്ല, അതന്നെ കുറേ പറയലാണ്. ഇത് അങ്ങനെയില്ല. ഈ ശര്യാദി രാജ്യമൊക്കെ ഭരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വരകാര്യങ്ങളും അനുഷ്ഠിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് രാജാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ പുത്രിയുണ്ട് സുകന്യ. ഒരു സുകന്യാചരിതം എന്നും പറയും. സുന്ദരിയാണ്, വളരെ ചെറുപ്പമായിട്ട്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാട്ടിലേക്ക് നായാട്ടിന് പോയി. എല്ലാവരെയും കൂട്ടിയിട്ട് ചിലപ്പോൾ ഒരു പോക്കുണ്ട്. ഒരു മകളല്ലേ ഉള്ളൂ, നീയും പോന്നോ, വെറുതെ പടി ഇരുന്നിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞ പോലെ സപരിവാരം ആ മകളെയും കൂട്ടി കാട്ടിലേക്ക് പോയി. കന്യാ കമലലോചന, സുന്ദരിയാണ് അവൾ. അങ്ങനെ ശവനാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനം കാട്ടിലുണ്ട്. ശവനൻ തപസ് ചെയ്യണ സ്ഥലം. നമ്മുടെ ആയുർവേദത്തിൻ്റെ വലിയൊരു ആചാര്യനാണ് ഈ ശവനപ്രാശം. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് എന്നാണ് പറയണത്. അദ്ദേഹം കണ്ടുപിടിച്ച കോമ്പിനേഷൻ അനുസരിച്ച് വൃദ്ധന്മാരും കൂടി അത് പാലിൽ ചേർത്ത് കഴിച്ചാൽ യുവാവാവും എന്നാണ് പറയുക. അപ്പോൾ ശവനപ്രാശം അതിൻ്റെ ആചാര്യനാണ് ശവന മഹർഷി. അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമം സ്ഥാപിച്ച കാട്ടുകൂടെ ഇവർ പോവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സുകന്യ ഒരു പുറ്റ് കാണുകയാണ്. ശവനൻ്റെ പുറ്റാണ്. ശവൻ തപസ് ചെയ്ത ശരീരബോധമൊക്കെ നഷ്ടപ്പെട്ട് മേലൊക്കെ പുറ്റ് വന്നിരിക്കുന്നു. പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ഇപ്പം ഈ പറയണം, അങ്ങനെയൊക്കെ ഒരു തപസ്സോ ഉണ്ടാവാൻ വിരോധമില്ല. കാരണം ഇപ്പം ഞാനൊരു 2 ആഴ്ച മുമ്പ് നെറ്റിലൊരു ചിത്രം കണ്ടു. ഒരാൾ വളരെ ചെറുപ്പമാണ്, പ്രായമൊന്നും ആയിട്ടില്ല, കുനിഞ്ഞ് കുറച്ച് നേരം നിന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അയാളുടെ പിൻഭാഗത്ത് പൃഷ്ഠത്തിൽ തേനീച്ച കൂട്ടി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രോഡാണോ വേറൊന്നാണോ ഫേക്കാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് നേരം അയാൾ കുനിഞ്ഞ് നിന്നപ്പോഴേക്ക് തേനീച്ച കൂട്ടി എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്താൽ സത്യമാവണം എന്നല്ലേ വിചാരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് നിശ്ചലായി കഴിഞ്ഞാൽ ജീവികൾ വരലും കൂടുകൂട്ടലും സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല എന്ന് പറയണം. അപ്പം അതിൻ്റെ കുറച്ച് വലിയൊരു രൂപം അത്രയേ ഉള്ളൂ. അവരെ പുറ്റൊക്കെ വന്നപ്പോൾ ഈ കണ്ണിൻ്റെ തിളക്കം ഈ സുകന്യ കാണുകയാണ് 2 ദ്വാരത്ത് കൂടെ. ഒരു കൗതുകമല്ലേ എന്ന് വിചാരിച്ച കുട്ടിപ്രായം മുള്ളെടുത്തിട്ട് അതിലൊരു കുത്തി നോക്കി, ഇതെന്താണ് ഈ തിളങ്ങണത്? ഒരു മഹാത്മാവിൻ്റെ കണ്ണാണെന്നൊന്നും സുകന്യ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞ് ചെയ്തതൊന്നുമല്ല. കൗതുകം തോന്നി, എന്താ ഈ മിന്നണമെന്നുള്ളത് അറിയാൻ. ജീവികളുടെ കണ്ണാവൻ ചിലപ്പോൾ രത്നം അങ്ങനെയൊക്കെയല്ലൊക്കെ ആവാലോ. തപസ്സാണേ. തപസ്സിൻ്റെ ശക്തി കൊണ്ട് കണ്ണ് നോക്കി അറിയാം ഒരാളുടെ ആത്മീയ ശക്തി എന്നാണ് പറഞ്ഞിട്ട് പറയാം. തിളങ്ങുന്നു പറയുക കണ്ണ്. അങ്ങനെ അതിന്ന് ചോര വന്നു. തൽക്കാലം അവളൊന്നും പറയാൻ പോയില്ല ആരോടും. എന്തോ ഒരു അബദ്ധമാണെന്ന് മനസ്സിലായി. എന്താണെന്നൊന്നും മനസ്സിലായതുമില്ല. എന്തോ ഒരു അബദ്ധമാണെന്ന് മനസ്സിലായി. ചോര വരിക എന്ന് പറഞ്ഞാൽ തന്നെ മംഗളല്ലേ. വേഗം എല്ലാവരും കൊട്ടാരത്തിലേക്ക് മടങ്ങി. നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് കാരണം എല്ലാവർക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ടായി എന്ന് പറയാണ്. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇവിടെ പറയണത് ശക്രിൻ മൂത്ര നിരോധോഭൂത് എന്നാണ്. മൂത്രം, മലം മുതലായിട്ടത് പോവാതെ ഇരിക്കുക. പോകണമെന്ന് തോന്നും ചെയ്യും, അവിടെ പോയാൽ പോവില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. അനുഭവിച്ചവർക്കറിയാം. വണ്ടി ഓട്ടോ വന്ന് നിർത്തിയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയി പോകണില്ലെങ്കിലോ പോവാണ്ട് അവിടെ നിന്ന് ഇരിക്കാനും തോന്നില്ല. ഒരവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതല്ലേ, അത് അനുഭവിച്ചവർക്കറിയാം. അതിവിടെ എല്ലാവർക്കും ഉണ്ടായി, ഒരാൾക്കല്ല. മൊത്തം എല്ലാവർക്കും പോകണമെന്ന് തോന്നുക, പോകാണ്ടിരിക്കുക.
എന്തെങ്കിലും അടുത്ത കാര്യം ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം തോന്നുന്നു, അതിട്ട് പോവില്ല. ഇങ്ങനെ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എന്തോ ഇതിലൊരു സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കല്ലേ വരൂ, സ്വാഭാവികമാണെങ്കിൽ ആരെങ്കിലും ശവന മഹർഷിയെ ഉപദ്രവിക്കുന്നുണ്ടായോ ചോദിച്ചു. അത് എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ആരും ശവന മഹർഷിയൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, ഉപദ്രവിച്ചിട്ടുമില്ല. സുകന്യ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു വച്ചാൽ വെറുതെ ഒരു മുള്ളെടുത്ത് കുത്തിയപ്പോൾ ചോര വന്നു, അത് കാണുണ്ടായി എന്ന് പറഞ്ഞു. അയ്യോ, അത് ശവന മഹർഷി തന്നെ. മോളെ, നീ ചെയ്തത് വലിയൊരു അപരാധമാണ്, എങ്ങനെ നമ്മളിപ്പോൾ അത് തീർക്കും? വേഗം പുറപ്പെടുക, കാട്ടിലേക്ക് പോയിട്ട് ആ മഹാത്മാവിൻ്റെ കാക്കൽ വീഴുക, വേറെ യാതൊരു മാർഗവും നിന്ന് രക്ഷപ്പെടാൻ നമുക്കില്ല, ഒരു വഴിയില്ല എന്ന് പറയുകയാണ്. വേറെ മരുന്ന് കഴിച്ചിട്ടോ ചികിത്സ ചെയ്തിട്ടോ വേറെ ആരെ കണ്ടിട്ടോ വഴിപാട് കഴിച്ചിട്ടോ മാറില്ല. ഈ അപരാധം ചെയ്ത ആളുടെ കാക്കൽ തന്നെ വീഴണം. മഹാത്മാവിനെയൊക്കെ നിന്ദിച്ചാൽ പണ്ടത്തെ ഒരു ഇതാണത്, ചില്ലറ തപസ്യല്ല ശവനൻ. വേഗം കാക്കൽ വീണു. മകളെ നമസ്കരിക്കുക, ഒരു മകളും അനുസരിച്ചു. പേടിച്ച് പരിഭ്രമിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ ഉണ്ടാവുകയാണ്. വേഗം മഹർഷി ചോദിച്ചു, ആരാ നിങ്ങൾ, എന്താ വന്നത്? ചോദ്യം കേട്ടപ്പോൾ തന്നെ ഇവർക്ക് പറയാൻ മടി. മഹർഷിയെ ക്ഷമിക്കണം, ഒരപരാധം പറ്റി. അങ്ങയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചത് നിർഭാഗ്യവതിയായിട്ടുള്ള എൻ്റെ മകളാണ്, ഞാൻ അച്ഛനാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണം. കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ നല്ലോണം കൊടുക്കൂലോ ചിലരെ, ആരെങ്കിലും കൊടുക്കുമോ? ആകെയുള്ളത് കണ്ണാണ് ശവന മഹർഷിക്ക് ആ കാട്ടിൽ സഹായം. തൻ്റെ കണ്ണേ ഉള്ളൂ, വേറെ ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ഭൃത്യരുണ്ടോ? കണ്ണു പോയാൽ പിന്നെ എങ്ങനെ ജീവിക്കുക? അദ്ദേഹം പറഞ്ഞു, മാപ്പിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കേ ഇനി ജീവിക്കണമെങ്കിൽ ഒരു വഴിയില്ല, അതുകൊണ്ട് അങ്ങയുടെ മകളെ എന്നെ നോക്കാൻ, ഇനി ശുശ്രൂഷിക്കാൻ ശേഷം കാലം നിൽക്കട്ടെ. ഞാൻ ശപിക്കൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ശാപത്തിൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല എന്നായി. അച്ഛന് വലിയ വിഷമം. ഈ 18-19 വയസ്സായിട്ടുള്ള ഒരാൾ, കുട്ടി, പെൺകുട്ടി, കന്യക, ഈ 19-70 വയസ്സ് കഴിഞ്ഞ ശവന മഹർഷി പ്രായമായിട്ട് വൃദ്ധനായിരിക്കണം, എങ്ങനെ ഇത് നടക്കുക എന്നിങ്ങനെ സംശയിച്ചപ്പോഴേക്കും സുകന്യയ്ക്ക് മനസ്സിലായി അച്ഛൻ്റെ ആ വിഷമം. അച്ഛാ, അതൊന്നും സാരില്ല, പ്രായമൊന്നും അല്ലല്ലോ സ്നേഹത്തിന് അടിസ്ഥാനം. നമ്മുടെ കുലം മുഴുവനെ നശിക്കണേക്കാളും നല്ലത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എനിക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ സമ്മതമാണോ എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പാകെയുണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ അച്ഛന് വാക്ക് മാറാൻ പറ്റുമോ? അത്ര മനസ്സൊന്നും ഇല്ലാണ്ട് എന്നാൽ പിന്നെ അങ്ങനെയെന്നും പറഞ്ഞ സുകന്യയെ വിവാഹം കഴിച്ചു ശവന മഹർഷി. എന്നിട്ടോ ഇവിടെ വിസ്തരിക്കുന്നില്ല കേട്ടോ, ദേവി ഭാഗവത്തിൽ നല്ലോണം വിസ്തരിക്കുന്നുണ്ട് എങ്ങനെയാണ് ശവന മഹർഷിയെ സുകന്യ ശുശ്രൂഷിച്ചത്. ഇലകളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പട്ടുമെത്തേക്ക് ഒരുക്കി സുഖമായിട്ട് നല്ല വാഴയുടെ ഇല പോലെയുള്ള ഇലകളെടുത്തിട്ട് വീശി കൊടുത്തു, തണുത്തതായിട്ടുള്ള ജലം കുടിക്കാൻ കൊടുത്തു, പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിക്കാൻ കൊടുത്തു, അതാഴ് സമയത്ത് വേണ്ട പുഷ്പങ്ങളൊക്കെ പൂജയ്ക്കോ കാര്യങ്ങൾക്കോ കൊണ്ടേ കൊടുത്തു. അവിടെ ഗൃഹസ്ഥാശ്രമമാണ്, ഇനി തപസ്സല്ലല്ലോ. ആ ഗൃഹസ്ഥൽ എങ്ങനെയൊക്കെ ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കണോ അതുപോലെ എല്ലാം ആ ഭർത്താവിനെ പ്രായമായി എന്ന ചിന്ത കൂടാതെ പാതിവൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ആ സുകന്യ, ഈ ആണ് പണ്ട് പതി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അദ്ദേഹത്തിൻ്റെ പ്രായോ ജഡോ രോഗി അധനോപിവ എന്ന് ഭാഗവതത്തിൽ ആസക്തിയുടെ പറയുമ്പോൾ പറയാറുണ്ട്. രോഗിയാവുക, അധനനാവുക, പണമില്ലാത്തവനാവുക, വൃദ്ധനാവുക, ദുശ്ശീലമുള്ളവനാവുക, ഇതൊക്കെ ആയാലും ആ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് സ്ത്രീക്ക് ശ്രേയസ്കരമല്ല. അതിവിടെ കാണിച്ചുകൊണ്ട് സുകന്യ ഭവാനീവ ഭവം പ്രഭും അല്ലേ, ദേവഹൂതിയെ കർദമനെ ദേവഹൂതി ശുശ്രൂഷിച്ച പോലെ ഇവിടെ ശുശ്രൂഷകളൊക്കെ വളരെ കേമായി. കർദമന് ശവനന് തോന്നി, പാവം 10-17 വയസ്സായിട്ട് ചെറുപ്പക്കാരൻ്റെ കൂടെ ഉല്ലസിക്കേണ്ട ഇവൾ ഇങ്ങനെ ആയല്ലോ, തൻ്റെ ഒരു വാക്കുകൊണ്ടും പിടിവാശികൊണ്ടും അല്ലേ ഇത് വന്നത്. കാലം വരട്ടെ, അതിനൊരു സമാധാനം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നങ്ങനെ വിചാരിച്ചു. അവരൊക്കെ വിചാരിച്ചാൽ മതി എന്നാണ്, അതിനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടായിക്കോളും. ശവന മഹർഷി ആരോടും ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല. അശ്വിനി ദേവതകൾ ഇവളെ രക്ഷിക്കാനായിട്ട് അവിടെ വന്നു. അശ്വിനി ദേവതകളെ വിളിച്ചിട്ടില്ല ശവൻ. വരൂട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് മനസ്സിലത്തെ സങ്കല്പം മതി എന്നാണ്. ഈ സുകന്യ കാട്ടുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അശ്വിനി ദേവതകൾ 2 ആളാണ്, അവരെപ്പോഴും ഒപ്പേ നടക്കൂ.
അശ്വിനി ദേവതകൾ അല്ലേ. ഇപ്പോൾ ഈ ശ്രാദ്ധത്തിനും പിണ്ടത്തിനൊക്കെ തൂവുമ്പോൾ അശ്വിനി ദേവതകൾക്ക് 2 ഉരുളയണ പിണ്ടായിട്ട് വയ്ക്കുക, 2 വയ്ക്കണം. അശ്വിനി ദേവതകൾ എപ്പോഴും ഇരട്ടയാണ്, 2ആയിട്ടാണ്. അവർ ദേവന്മാരാണ്, ദേവവൈദ്യന്മാരാണ്. വൈദ്യവിധി എല്ലാം അവർക്ക് നിശ്ചയമുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഈ സുന്ദരിയെ കാട്ടിൽ കണ്ടപ്പോൾ അവർക്കൊരു കൗതുകം. നീ ആരാണ് സുന്ദരി? ഞാൻ ശരിയാതിയുടെ മകൾ സുകന്യയാണ്. നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായി ഇല്ലേ? പശു ഇങ്ങനെ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനു വേണ്ടിയിട്ടാന്ന്. അപ്പം തന്നെ സുകന്യ പറഞ്ഞു, അത് ആഗ്രഹം മനസ്സിലിരിക്കട്ടെ, ഞാൻ വിവാഹിതയാണ്. അതെയോ, നീ വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കണോ? ആരാ ഭർത്താവ്? വേറെ ആരുമില്ല, ച്യവന മഹർഷിയാണ്. ആ ച്യവന മഹർഷിയെ പറ്റി ഇവർ കേട്ടിട്ടുണ്ട്. അയ്യോ, ഈ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണോ എൻ്റെ ഭർത്താവ്? എങ്ങനെയൊക്കെ ഉണ്ടായി? അങ്ങനെയൊക്കെ ഉണ്ടായി, ഇതാ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തായാലും അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. പരീക്ഷണാർത്ഥം അശ്വിനി ദേവതകൾ ചോദിച്ചു. അശ്വിനി ദേവതകൾ പരീക്ഷിക്കാനാണ് കേട്ടോ, അവർക്ക് അങ്ങനെ ദുർവിചാരം ഉണ്ടായിട്ടില്ല. കുട്ടി, ഈ വയസ്സിനെ എന്തിനാ നീ ഭർത്താവായിട്ട് വെച്ചും കൊണ്ടിരിക്കണം? ഞങ്ങളെ കണ്ടു, അവർക്ക് ശരീരം നന്നാവുമല്ലോ, വൈദ്യവിധി എല്ലാം അറിയുന്നതാണ്. സുന്ദരന്മാരായിരിക്കുന്ന ഞങ്ങളെ നിനക്ക് സ്വീകരിച്ചൂടെ? അപ്പം സുകന്യയുടെ ഭാവം മാറിയല്ലോ. ദാ എൻ്റെ ഈ പാതിവൃത്യം കൊണ്ട് ശപിക്കുകയാണെങ്കിൽ നിങ്ങളെ എനിക്കിപ്പോൾ ഭസ്മമാക്കാൻ കഴിയും. അത് ഞാൻ ചെയ്യാത്തത് എൻ്റെ ഭർത്താവിനെ ഓർത്തിട്ട് മാത്രം ഞാനൊന്നും ഇപ്പം ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകണോ അതോ ഞാൻ ശപിക്കണോ എന്നായി സുകന്യ. സുകന്യയുടെ ഈ പാതിവൃത്യമുള്ള സ്ത്രീകളുടെ ശാപം വേഗം ഫലിക്കും, ആരിലും ഫലിക്കും എന്നാണ് പണ്ടൊരു പറച്ചിൽ. അതുകൊണ്ടാണ് സീതയെ തൊടാൻ രാവണന് പറ്റാതിരുന്നത്. 20 കൈകളും സൈന്യബലവും ഒക്കെ ഉണ്ട്, 10 തലയുടെ ബുദ്ധിയുണ്ട്. 10 തല ഉണ്ടോയെന്ന് അവിടെ ഇരിക്കട്ടെ, 10 തലയുടെ ബുദ്ധി എന്നാണ് പറയുക. ഇതൊക്കെ ഉണ്ടായിട്ട് ആ പെണ്ണിൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നു രാവണന്. എന്താ കാരണം? പാതിവൃത്യം. അതൊരു വലിയ ആയുധമാണത്രേ സ്ത്രീകൾക്ക്. അപ്പോൾ അശ്വിനി ദേവതകൾക്ക് സന്തോഷമായി, കാരണം അവർക്ക് ദുർവിചാരം കൊണ്ടല്ല, പരീക്ഷിക്കാനാ. ഇവളങ്ങനെ പറഞ്ഞാൽ ഇളകുമോ നോക്കാൻ വേണ്ടി. സുകന്യേ, എൻ്റെ പാതിവൃത്യത്തിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരും അത്ഭുതം ഉള്ളവരുമായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഉണ്ടാവുമോ സ്ത്രീകൾ? ഞങ്ങൾ ഒരു കാര്യം ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ ഞങ്ങൾ അങ്ങോട്ട് ചെറുപ്പാക്കിയാലോ? കണ്ടോ, അവിടെ വിചാരിച്ചേ ഉള്ളൂ ച്യവനമഹർഷി ഇവളെ സഹായിക്കണം, തന്നെ അതിനുള്ള സംഭവം ഉണ്ടാവുമെന്ന് നോക്കൂ. ച്യവനമഹർഷിയുടെ സങ്കല്പമാണ്, റിമോട്ട് കൺട്രോൾ അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ. അത് എൻ്റെ ഭർത്താവ് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കുള്ളൂ, ഞാനായിട്ടൊന്നും പറയില്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ കളിക്കേണ്ട കളി ഞാനാണോ നിശ്ചയിക്കേണ്ടത്? നിങ്ങളെന്നാ ആശ്രമത്തിലേക്ക് വരൂ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ എന്നായി. അത്ര നിഷ്ഠ കണ്ടപ്പോൾ ശരി, ഞങ്ങൾ ആശ്രമത്തിലേക്ക് വരാം, ച്യവനമഹർഷിയോട് നമസ്കരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ച്യവനമഹർഷി അവരെയൊക്കെ സ്വീകരിച്ചു. എന്താ വന്നത് മഹർഷിയെ? ഞങ്ങൾ ദുർവിചാരം കൊണ്ടൊന്നുമല്ല വന്നിരിക്കണം. അങ്ങയുടെ മകള് ഇത്ര ചെറുപ്പല്ലേ, ചില വൈദ്യവിധികൾ പ്രകാരം അങ്ങയുടെ പ്രായം ഞങ്ങളൊന്ന് യൗവനാക്കി തന്നാലോ എന്ന് ഞങ്ങൾക്കൊരു ആശയം തോന്നുകയാണ്, ഒരു ഐഡിയ. അങ്ങനെ വേണച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. എന്നാൽ ഞങ്ങൾ പറയണ പോലെയൊക്കെ കുറച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്ത് എത്ര ദിവസം കൊണ്ട് അങ്ങ് ചെറുപ്പമാവും. എത്ര പ്രായം കുറയ്ക്കേണ്ട വെച്ചാൽ അത്ര കുറച്ച് തരാം. ച്യവനമഹർഷി ചിന്തിച്ചു, ഇവൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ യൗവനത്തിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, സുഖം അനുഭവിക്കാനൊരു, പക്ഷേ ഒരു കുട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാക്സിമം ചെറുപ്പം തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആ വിധികളൊക്കെ ഇടാനിട്ടിച്ചപ്പോൾ അതാ ച്യവനമഹർഷി താടിയും തലയൊക്കെ പോയി, താപസവേഷമൊക്കെ പോയി, യുവകോമളനായിട്ട് പറ്റിയിട്ടുള്ള, ഈ സുകന്യയ്ക്ക് പറ്റിയിട്ടുള്ളൊരു സുന്ദര കുട്ടപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വേഷത്തിലും ഭാവത്തിലുമായിട്ട് അങ്ങോട്ട് മാറി. സുകന്യയ്ക്ക് സന്തോഷമായി. കണ്ടോ, ഇവിടെ വേഗം എന്ത് ചെയ്തു, താൻ ചെയ്തിട്ടുള്ള തെറ്റിന് പരിഹാരം ചെയ്ത് കുറ്റസമ്മതം നടത്തിയതിൻ്റെ ഫലമാണിത്. ഇനിയിപ്പോൾ ഇതിലും നല്ലൊരാളെ തനിക്ക് എവിടെ കിട്ടാൻ പോണോ? നല്ല സ്വഭാവമാണ്, തപസ്യാവുക, അസൽ പ്രായമാവുക, സുന്ദരനാവുക. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ആലിംഗനം ചെയ്തിട്ടും കെട്ടിപ്പിടിച്ചിട്ടും സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഈ സുകന്യയുടെ അച്ഛനൊരു തോന്നൽ, അല്ല ഇതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടിപ്പോൾ ഒരു അന്വേഷണമൊക്കെ വേണ്ടേ, അച്ഛൻ അവിടെ സുഖമായിട്ടാണോ അവൾ കഴിയണം, ഒരു വയസ്സനെ കല്യാണവും കഴിച്ചു കൊടുത്തു താൻ. അവളുടെ ഒരു യോഗേ, എന്തായാലും ഒന്ന് പോയിട്ട് അന്വേഷിക്കുക. അന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ, ഒന്ന് വിളിച്ചതായെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല. ശരി, സാധാരണ രാജാവാ, എന്നാൽ ഒന്ന് പോയി അന്വേഷിക്കുക എന്നും പറഞ്ഞ് അന്വേഷിച്ച് നോക്കിയിട്ട് അവിടെ എത്തിയപ്പോൾ അതാ
മകളൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഉല്ലസിച്ചങ്ങനെ കഴിയണു. ദേഷ്യവും സങ്കടവും പരിഭ്രമവും ഒക്കെയായി ശരിയാതിക്ക്. തൻ്റെ മകൾ ഇത്ര ദുസ്വഭാവിയാണ്. ആ വയസ്സായിട്ടുള്ള മഹർഷിയെ കൊന്ന് വേറെ വല്ല ചെറുപ്പക്കാരനെ സ്വീകരിച്ചു അവൾ. പുത്രി, നീ എന്ത് പണിയാണ് ചെയ്തത്? ആ ചെവനനെ നീ എവിടെ കൊണ്ടേ തള്ളി? ഇവൻ ആരാണ്? എൻ്റെ സമ്മതം കൂടാതെ ഇത്രയും വലിയ പാപം അനുഷ്ഠിച്ചിട്ടുള്ളതായിട്ട് നീ നമ്മുടെ കുലത്തിന് തന്നെ വലിയ ദോഷമാണല്ലോ ചെയ്തത് എന്നിങ്ങോട്ട് പറഞ്ഞപ്പോൾ വേഗം അച്ഛനെ നമസ്കരിച്ചു. വെച്ചാ അച്ഛൻ്റെ മകൾ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ അച്ഛൻ്റെ മകളല്ലേ, ഒരിക്കലും അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതൊക്കെ ദാ ഇപ്രകാരമാണ് എന്നങ്ങനെ പറഞ്ഞു. അശ്വിനി ദേവതകൾ അവിടെ സാക്ഷിയായിട്ട് വിവരവും കൊടുത്തു ശരിയാതിക്ക്. അപ്പോൾ മകളെ കെട്ടിപ്പുണർന്ന മൂർധാവിൽ ചുംബിച്ചു. മകളെ, നന്നായില്ലോ, നമ്മുടെ കുലത്തിന് ചീത്തപ്പേരുണ്ടാക്കാത്തതായിട്ടുള്ള നീയെ നീണാൾ സുഖമായിട്ട് വാഴുക എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ്. അതിൽ ഇടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ അശ്വിനി ദേവതകൾ സുകന്യയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിൽ മുങ്ങി എന്നിട്ട് ചവന മഹർഷിയോട് കൂടിയിട്ട് പൊന്തി വന്നു. മൂന്നാളും ഒരേപോലെയാണ്. ചവന മഹർഷി ഒരു അശ്വിനിദേവൻ നമ്പർ 1, അശ്വിനിദേവൻ നമ്പർ 2 കണ്ടാൽ അറിയില്ല. ഒന്ന് സി ആണ്, ബാക്കി A1 A2. അശ്വിനി ദേവകൾ 1, അശ്വിനി ദേവകൾ 2, ഒരു C1 ഉണ്ട്. ഇത് മൂന്നും കണ്ട ഒരു രക്ഷയില്ല അറിയാനേ. പരീക്ഷിക്കുകയാണ്. പാതിവൃത്യമുള്ളവർക്ക് തൻ്റെ ഭർത്താവ് എങ്ങനെ വേഷം കെട്ടിയാലും അറിയാവുന്നതാണ്. അതൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞു. ഈ മാലിയും കയ്യിൽ പിടിച്ചിട്ട് വരണമാലി അണിയണല്ലോ. സുകന്യ ഇങ്ങനെ നിന്നു എന്നാണ്. ഈശ്വര, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ തിരിച്ചറിയുക? സർവേശ്വരാന്നും പറഞ്ഞിട്ട് ഭഗവതിയെ സ്തുതിച്ചു. ദേവി ഭാഗവത്തിൽ അവിടെ ഒരു സ്തുതിയൊക്കെ ഉണ്ട്. അങ്ങനെ ദേവി അങ്ങോട്ട് തോന്നിച്ചു. വേഗം പോയിട്ട് ഒരാളുടെ കഴുത്തിൽ മാലയിട്ടു. അത് കൃത്യമായിട്ട് ചവന മഹർഷിയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഈ അശ്വിനി ദേവതകൾക്ക് അത്ഭുതം തോന്നിയത്. ഇവൾ യഥാർത്ഥ പാതിവൃത്യ അനുഷ്ഠിക്കുന്ന ദേവീഭാവത്തിലുള്ള സ്ത്രീയാണ്, കെറു സ്ത്രീയല്ല എന്നൊരു സംഭവം കൂടി അതിലിടയ്ക്കുണ്ട്. ഇനി അതിലൊരു ചെറിയ കഥ പറഞ്ഞിട്ട് ആ അധ്യായമാണ് അവസാനിപ്പിക്കുന്നത്. ഈ ബലരാമൻ്റെ വിവാഹമാണ് അതിൽ ചുരുക്കം പറഞ്ഞിരിക്കുന്നത്. രേവതകൻ്റെ മകളെ ആണ് കല്യാണം കഴിച്ചത്. അതിനൊരു കാരണമുണ്ട്. ഈ രേവതകൻ കുറേ ആണുങ്ങൾ പുരുഷന്മാരുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് തൻ്റെ അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, ആർക്കാണ് എൻ്റെ മകളെ കൊടുക്കേണ്ടത്? ബ്രഹ്മാവ് നോക്കിയിട്ട് പറഞ്ഞു ചിരിച്ചുകൊണ്ട്, എന്താ വെച്ചാൽ ലേശം നേരം ബ്രഹ്മലോകത്തിൽ നിന്നപ്പോഴേക്കും ഭൂമിയിൽ യുഗങ്ങൾ പോയിരിക്കുന്നു. ഇവിടുത്തെ സമയമല്ല അവിടെ. സമയത്തിന് വ്യത്യാസം. സമയം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, നല്ല സമയത്ത് നമുക്ക് സമയം പോണത് അറിയില്ല. രാമായണം ഭാഗവതമൊക്കെ എടുത്ത് എത്ര വേഗം പോകണം. അപ്പോൾ ഈ സമയം 1 മണിക്കൂറിന് 1 മണിക്കൂറിൻ്റെ ദൈർഘ്യമല്ല പലപ്പോഴും ഉണ്ടാവും. വണ്ടി കാത്ത് നിന്ന് നോക്കൂ, എന്താ അത് വരാത്ത? അത് സമയമല്ലേ വരുള്ളൂ. ഇവിടെ വാച്ച് നോക്കിയിട്ട് വല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈർഘ്യം കൂടും, ചിലപ്പോൾ അയ്യോ ഇത് എന്താ ഇപ്പോൾ ഇത് സപ്താഹ 7 ദിവസം ഇടാന്ന് പറയുമ്പോഴേക്കാണ് പോകണം കാണാം. അപ്പോൾ ആപേക്ഷികമാണ് ഈ സമയം എന്ന് കാണിക്കണം. കുറേ നിമിഷം അവിടെ ഒരു സംഗീതം ഉണ്ട് അത്ര. അത് നടന്ന് കേട്ട് നിൽക്കുകയായിരുന്നു ഈ രേവതകൻ. അപ്പോഴേക്ക് ഇവിടെ യുഗങ്ങൾ പോയിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, രാജാവേ, ഇതിലുള്ളവരൊക്കെ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കണേ ഇല്ല, യുഗങ്ങൾ കടന്നു പോയി എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ബലരാമൻ ജനിക്കാൻ പോകുന്നുണ്ട്. സാധാരണ നമ്മൾ ഓടുന്ന ശിവാവിന് ഒരു മുഴം മുമ്പിൽ എറിയണം എന്ന് പറയില്ലേ, എന്ന പോലെ ജനിക്കാൻ പോകുന്ന ബലരാമന് കൊടുത്തോളൂ. കാരണം അങ്ങ് അവിടെ എത്തുമ്പോഴേക്ക് കാലം പിന്നെയും മുന്നോട്ട് പോകും. ഇപ്പോൾ അവിടെ ഉള്ള ഒരാളെ അങ്ങേക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴേക്കും യുഗങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ബലരാമൻ ജനിക്കാൻ പോണേ ഉള്ളൂ. അവിടെ എത്തുമ്പോഴേക്ക് ജനിക്കും. അവിടെ മകളെ അദ്ദേഹത്തിന് കൊടുത്തുകൊള്ളുക. കന്യാരത്നം ഇതൻ രാജൻ നരരത്നായ ദേഹിബോ. കന്യാരത്നമായി ഇവളെ നരരത്നത്തിന് തന്നെ കൊടുക്കണം. രത്നത്തിനോടല്ലേ ചേരുള്ളൂ. അതുകൊണ്ട് ബലരാമനായിരിക്കും ഇവൾ അനുയോജ്യ എന്നങ്ങനെ പറഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയപ്പോഴേക്കും ബലരാമൻ്റെ ജനനവും വന്നു. ബലരാമന് വിവാഹവും കഴിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അവിടെ ഞങ്ങളുടെ അംബരീഷൻ്റെ കഥ, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ ഒരു കഥയുണ്ട്. അംബരീഷൻ്റെ മുമ്പിൽ നാഭാഖൻ്റെയും കഥയാണ് തുടർന്ന് പറയാൻ പോകുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഷ്വഭാവാൻ
കരോതി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.